എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ടർഫ് എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ കാര്യം എന്താ, അതിൻ്റെ ഉപകാരം എന്താ, അതിൻ്റെ ഗുണം എന്താ, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയത്തില്ല. ഇതുകൊണ്ടൊന്നും ഒരു ക്രിസ്ത്യാനി കുടുംബം രക്ഷപ്പെടിയില്ല. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 10ാം ക്ലാസ് വരെയുള്ള എൻ്റെ സ്കൂൾ ജീവിതം ഞാൻ പഠിച്ച എൻ്റെ ഗാന്ധി മെമ്മോറിയൽ UP LP സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഹൈസ്കൂളും ഉള്ളത്. ഇവിടെയാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ ഞാൻ പൂർത്തിയാക്കിയത്. ആ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഓടിക്കളിച്ച് പിച്ച് വെച്ച് നടന്നത്. എൻ്റെ ബാല്യകാല ജീവിതമെല്ലാം ഈ ഗ്രൗണ്ടിലായിരുന്നു. ആ ഓട്ടോയിൽ കാണുന്ന എൻ്റെ 2 പിള്ളേരാണ് ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും വിടാതെ ഈ സ്കൂളിനോടുള്ള, ഈ നാടിനോടുള്ള ഒരു സ്നേഹം വെച്ച്, ഒരു പ്രതിബദ്ധത വെച്ചിട്ടാണ് ഞാൻ പഠിച്ച അതേ സ്ഥാപനത്തിൽ എൻ്റെ കുട്ടികളും പഠിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഈ സ്കൂളിൽ തന്നെ എൻ്റെ 2 പിള്ളേരെയും ചേർക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ എൻ്റെ മകളിവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോനിവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതും ഈ സാധാരണ സ്കൂളിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അവർ ഇവിടെയാണ് പഠിക്കുന്നത്. ഞാനും പഠിച്ചത് ഇതേ സ്കൂളിൽ തന്നെ, ഈ കെട്ടിടങ്ങളിലെല്ലാമാണ് ഞാനും പഠിച്ച് എൻ്റെ പഠനം പൂർത്തിയാക്കിയത്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാനുള്ള കാരണം, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗ്രൗണ്ട് ഇപ്പോൾ നാമാവശേഷമായി പോവുകയാണ്. ഇത് നശിപ്പിച്ചുകൊണ്ട്, ഇത് തകർത്തുകൊണ്ട് ഇവിടെ ലോകോത്തര നിലവാരത്തിലുള്ള, അന്തർദേശീയ മാതൃകയിലുള്ള ഒരു ടർഫ് ഇവിടെ വരുമെന്നാണ് ഇവിടെയുള്ള ചില ആൾക്കാർ വാർത്തകളിലും മറ്റും പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ആകെപ്പാടെയുള്ള ഒരു പാർക്കിംഗ് സൗകര്യമുള്ളത്. ഇവിടെ പള്ളിയുണ്ട്, പള്ളിക്കൂടമുണ്ട്, ഓഡിറ്റോറിയമുണ്ട്, സിമിത്തേരിയുണ്ട്. ഇവിടെയെല്ലാം എന്തെങ്കിലും ചടങ്ങുകൾ നടക്കുമ്പോൾ പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന ആളുകളും, സിമിത്തേരിയിൽ മരിച്ചടക്കിന് വരുന്ന ആളുകളും, ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വരുന്ന ആളുകളും, സ്കൂളിൽ ഒരു പൊതുപരിപാടിക്ക്, ഇന്നിപ്പോൾ ഓണാഘോഷം ഇവിടെ നടക്കുകയാണ്. ആ സമയത്ത് ഇവിടെ വന്ന ആൾക്കാർ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ആ ഓട്ടോറിക്ഷ എൻ്റെ വാഹനമാണ്. മറ്റു വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കുറേ വാഹനം റോഡിൽ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇന്നിവിടെ ഉള്ളൂ. സാധാരണ ഒരു പരിപാടിക്കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് നിറയെ വാഹനങ്ങളാണ്. ഈ പുറകിൽ കാണുന്നൊരു പ്രധാന റോഡാണ്. ഇവിടെ നിന്ന് മേറ്റുപാറയ്ക്കുള്ളൊരു പ്രധാന റോഡാണ് ഈ പുറകിൽ കാണുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച കുർബാനയുടെ സമയത്ത് ഈ റോഡിൻ്റെ ഇരുഭാഗത്തും അലക്ഷ്യമായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കാരണം മുകളിൽ നിന്ന് താഴേക്ക് വന്ന, ഈ റോഡിൽ നിന്ന്, ഏറ്റുപാറയിൽ നിന്ന്, ചെങ്കൽപ്പണയിൽ നിന്ന് ചെങ്കല്ലുമായി ഈ റോഡിലൂടെ വന്ന ഒരു വാഹനം കുർബാന കഴിയുന്നിടം വരെ ഇവിടെ നിർത്തിയിടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിൻ്റെ മുമ്പും പല വാഹനങ്ങളും റോഡിൽ വീതിയില്ലാത്തത് കൊണ്ട്, വാഹനം കടത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി വീതിയില്ലാത്തത് കൊണ്ട് അവിടെ നിർത്തിയിട്ട് കുർബാന കഴിയുന്ന സമയം വരെയും കാത്തിരിക്കേണ്ട സാഹചര്യം പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം വീണ്ടും അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കുകയുണ്ടായി. ഇവിടെ ഏത് ചടങ്ങ് നടന്നാലും പാർക്കിങ്ങിന് വേണ്ടി ഒരു സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത് തകർത്തുകൊണ്ട്, കുട്ടികൾ ഓടിക്കളിക്കുന്ന സൗകര്യം പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ്, ഇതിൻ്റെ ഒത്ത നടുക്കാണ് ഇപ്പോൾ ഈ സ്ഥാപിച്ചിരിക്കുന്ന വടംവലി കോർട്ടുള്ളത്. വടംവലിക്ക് വേണ്ടി കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ സൗകര്യം നശിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ മധ്യഭാഗത്തായാണ് യാതൊരു വിവരവുമില്ലാത്ത വിവരദോഷികൾ ഈ കോൺക്രീറ്റ് പിച്ച് 40,000 രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തകർത്തുകൊണ്ടാണ്, വെറും 2 വർഷം മുമ്പ് നിർമ്മിച്ച ഈ കോൺക്രീറ്റ് പിച്ച്, വടംവലിക്ക് വേണ്ടി നിർമ്മിച്ച ഈ പിച്ച് തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ടർഫ് പണിയാൻ വേണ്ടി പോകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടർഫാണെന്നെല്ലാമാണ് പറയുന്നത്. പക്ഷേ ഈ നാട്ടിലൊരു ചെറുപ്പക്കാർ പോലും ഇത് കളിക്കുവാനില്ല. ഇത് ചില വ്യക്തികളുടെ, ചില സംഘടനയിൽപ്പെട്ട ചില ആൾക്കാരുടെയും ചിലരുടെ മാത്രം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ചിലരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ടർഫ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ MSME പ്രൊജക്റ്റിൽ, അതായത് ഉദ്യം യോജനയിൽ രജിസ്റ്റർ ചെയ്ത് MSME പ്രൊജക്റ്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വസൂലാക്കുന്നതിന് വേണ്ടിയാണ് ഈ തട്ടിപ്പ് നടത്തുവാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ടർഫ് നിർമ്മിച്ചതിന് ശേഷം ഈ നാട്ടുകാരിൽ നിന്നും, ഈ സ്കൂളിൽ പഠിച്ച് ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന, സ്ഥിരതാമസമാക്കിയ വിദേശ മലയാളികളിൽ നിന്നും ഈ നാട്ടിലെ തന്നെ ചെമ്പേരി കേന്ദ്രമാക്കിയുള്ള ചില വ്യവസായികളുണ്ട്, CSR ഫണ്ടുള്ള ചില വ്യവസായികളുണ്ട്. അവർ എല്ലാ കാര്യത്തിലും ഈ നാടിൻ്റെ, ഈ മേഖലയുടെ എല്ലാ കാര്യങ്ങളിലും അവർ സജീവമായി തന്നെ എല്ലാവരെയും സഹായിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ കയ്യിൽ നിന്നുള്ള CSR ഫണ്ട് കൂടി വാങ്ങി ഈ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് പണം പിരിച്ച് ഇതിൻ്റെ പണം കണ്ടെത്തുന്നതിനുള്ള ഒരു ലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നു. അത് എന്തോ കാരണവശാൽ അത് അവർ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ലക്ഷ്യം വെച്ചുകൊണ്ട്
പണം സമാഹരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ ഇവിടെ ടർഫ് പണിത് നാട്ടുകാരിൽ നിന്ന് പിരിക്കുന്ന പൈസ ചിലർക്ക് വീതം വെച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്നത് ഓപ്പൺ ജിം അടക്കമുള്ള ഒരു ടർഫ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കേരളോദയ വായനശാല എന്ന് പറയുന്ന കേരളത്തിന് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള 1/2 ഏക്കർ അടുത്ത് സ്ഥലമുള്ള വളരെ മനോഹരമായൊരു കെട്ടിടം ഞാനടക്കം ചെങ്കല്ല് ചുമന്ന് 22 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു വായനശാലയുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായി 2005 ഓപ്പൺ ജിമ്മ് ഞങ്ങൾ ആരംഭിച്ചതാണ്. കേവലം 1-2 മാസം അത് പ്രവർത്തിച്ചു കൊണ്ട് പോകുന്നതിന് സാധിച്ചു. അന്ന് ഇതിൽ കൂടുതൽ ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഞാനും മധ്യവയസ്കനായിരിക്കുകയാണ്. അന്നെൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ജിമ്മിൽ വരണമെന്ന് ആഗ്രഹിച്ചാണ് അന്ന് ആ ജിമ്മ് പണിതത്. പക്ഷേ 2 മാസത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം ആരും ഉപയോഗിക്കാനില്ലാതെ ഇന്നും അവിടെ ഇതിന് തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൽ കിടക്കുന്നുണ്ട്. സംശയമുള്ള ആർക്കെങ്കിലും ഇത് കാണണമെങ്കിൽ കേരളോദയ വായനശാലയിൽ പോയിട്ടുണ്ടെങ്കിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ പോലും വിജയിപ്പിക്കുവാൻ സാധിക്കാത്ത ഓപ്പൺ ജിമ്മാണ് ഇന്നിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി പൊതുജനങ്ങളുടെ ഈ നാട്ടിലെ കുട്ടികളുടെ കളി ഗ്രൗണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇതിനെതിരെ ഈ നാട്ടുകാരെല്ലാം ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ പള്ളി പൊതുയോഗത്തിൽ, ഈ കഴിഞ്ഞ പ്രാവശ്യം പള്ളി പൊതുയോഗത്തിൽ ഇതിന് അനുകൂലമായ നിലപാട് വികാരി അച്ഛൻ എടുക്കുകയുണ്ടായി. വികാരിയച്ഛനും വികാരിയച്ഛൻ്റെ കൂടെയുള്ള ചില ആൾക്കാരും ചേർന്ന് എടുക്കുകയുണ്ടായി. ഇതിനെതിരെ പ്രതികരിച്ച ചുരുക്കം ചില ആൾക്കാർ മാത്രമേ പോയുള്ളൂ. ബാക്കിയുള്ളവർ ഈ ടൗണിൽ നിന്ന് കടവറയിൽ നിന്ന് പ്രതികരിച്ചു. അവരാരും പള്ളിയിൽ പോയി പ്രതികരിച്ചില്ല. പള്ളിയിൽ പൊതുയോഗത്തിലെത്തിയപ്പോൾ ഇവരെല്ലാം വായിൽ പഴം തിരുകി മിണ്ടാതിരിക്കുകയാണ് ഇത്. പ്രതികരിച്ച ആൾക്കാരെ അച്ഛനും ബാക്കിയുള്ളവരും ചേർന്ന് ഭയപ്പെടുത്തി ശകാരിച്ചു, അവരുടെ വായടപ്പിച്ചു. അങ്ങനെ ഈ പ്രൊജക്റ്റ് പാസ്സാക്കിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് നാടിന് ഒരു ഉപകാരവുമില്ലാത്ത വെറും പണം വെട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ഓഡിറ്റോറിയം, നെല്ലിക്കുറ്റി പള്ളിക്ക് ഒരു ഓഡിറ്റോറിയമുണ്ട്. 22,000 രൂപയാണ് വാടക. 20,000 രൂപ ക്ലീനിങ്, 20,000 രൂപ വാടകയും 2,000 രൂപ ക്ലീനിങ് ചാർജുമാണ് ഇപ്പോൾ മേടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് കണ്ണൂർക്ക് വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ 1,500 രൂപ അതിന് വാടക കൊടുക്കുന്നു. അതുകൂടാണ്ട് വണ്ടി കഴുകുന്നതിന്, സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് കഴുകുന്നതിനുള്ള പൈസയും കൂടി മേടിക്കുന്നത് പോലെയാണ് വാടക കൂടാതെ ക്ലീനിങ് ചാർജ് എന്ന ഒരു പൈസയും കൂടി ഇവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്തുണ്ടാക്കിയ ഒരു സ്ഥാപനമാണെന്ന് ഓർക്കണം. യാതൊരു സ്ഥല സൗകര്യങ്ങളുമില്ല, പാർക്കിംഗ് സൗകര്യവുമില്ല. അതിൻ്റെ എല്ലാം പാർക്കിംഗാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഗ്രൗണ്ട്. അതുപോലെ ഈ കടമുറികളുണ്ട്. നെല്ലിക്കുരി ടൗണിൽ പള്ളി വക കെട്ടിടത്തിൽ ഈ ടൗൺ ഈ അധപതിച്ച് പോകുവാൻ തന്നെ കാരണം ഈ കടകളെല്ലാം പള്ളി വക പറമ്പിലിരിക്കുന്നതുകൊണ്ടാണ്. ഇവർ തീരുമാനിക്കുന്ന വാടക യാതൊരു മര്യാദയുമില്ലാതെ, ഇതൊന്നും താങ്ങാൻ വയ്യാതെയാണ് പല കച്ചവടക്കാരും ഇവിടെ നിന്ന് കച്ചവടം ഉപേക്ഷിച്ച് പോയത്. യാതൊരു വീണ്ടു വിചാരവുമില്ലാതെ നിർമ്മിച്ചിരിക്കുന്ന പല പല സംരംഭങ്ങളും ഇതിൻ്റെ മുൻപും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗ്രൗണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും എന്നാണ് കരുതുന്നത്. ഇവിടെയാണ് ടർഫ് വരുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിനുള്ള കാരണം, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യം ഇനി വരുന്ന നാളുകളിൽ ഇത് അനാഥപ്രേതമായി ടർഫ് ഇവിടെ വന്ന് ആളില്ലാതെ ഇവിടെ കിടക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ ഇടവക ജനങ്ങളുടെ തലയിൽ വരുമ്പോൾ ആരും പറയരുത്. അതുകൊണ്ട് ഇന്ന് പ്രതികരിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ഇതിനു മുമ്പും പല പ്രതികരണങ്ങളും വാട്സപ്പിലെല്ലാം നടത്തിയിട്ടുണ്ട്. അതൊന്നും യാതൊരു തെളിവുമായി നിൽക്കുകയില്ല. കാരണം ശക്തമായ ഒരു തെളിവ് എവിടെയെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അവശേഷിച്ചെങ്കിൽ മാത്രമേ അന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്ന വീഡിയോ അന്ന് കാണുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇത് അനാവശ്യമായി ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മേടിച്ചുകൊണ്ട് നാട്ടുകാരുടെ ഒരു സൗകര്യം ഇല്ലാതാക്കിക്കൊണ്ട് ചില ആൾക്കാർക്ക് പണം വെട്ടുന്നതിന് വേണ്ടി മാത്രം ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ വേണ്ടി പോകുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ നാട്ടുകാരുടെ ഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായമാണ്. ഈ നാട്ടിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കുണ്ട്, കാനറ ബാങ്ക്. ഈ കാനറ ബാങ്കിൽ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെയും അതുപോലെ തന്നെ മക്കളെല്ലാം വിദേശത്ത് പോയി ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ വരാൻ തുടങ്ങിയപ്പോൾ ഈ ബാങ്കിൽ 1 രൂപ പോലും ഇട്ടിട്ട് ഈ ബാങ്കിനെ സംരക്ഷിക്കാതെ തൊട്ടടുത്ത ടൗണായ ചെമ്പേരിയിൽ കൊണ്ടുപോയി അവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാം പ്രത്യേകിച്ച് ഈ നാട്ടുകാരെന്ന് ആദരിക്കേണ്ടതാണ്. അവരൊക്കെയാണ് ഇന്ന് ഈ നാടിനെ, ഈ സ്കൂളിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ടർഫുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ കൊച്ച് പഠിക്കുന്നതും ചെമ്പേരിലുള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്.
അവനും ഇപ്പോൾ ഈ ടർഫ് പണിത് സ്കൂളിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിലുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ ₹1 ഡെപ്പോസിറ്റ് ചെയ്യാത്തവനും സ്വന്തം നാട്ടിലെ സ്കൂളിൽ പിള്ളേരെ വിട്ട് പഠിപ്പിക്കാത്തവനുമാണ് സ്കൂളിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് നാടിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോ കാണുന്ന നാട്ടുകാർ തന്നെ പറയുക. ഉളുപ്പ് എന്ന് പറയുന്നത് ലെവലേശമുണ്ടെങ്കിൽ മേലാൽ ഈ വക പരിപാടി കാണിച്ചുകൊണ്ട് നാട്ടുകാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഈ വക പരിപാടിക്ക് ഇറങ്ങരുത്. ഇതിലേറ്റവും രസകരമായ സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ കമ്മിറ്റിയിൽ ഫോട്ടോ എടുക്കുവാനെത്തിയ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഫോട്ടോ എടുക്കുവാനെത്തിയ ഫോട്ടോഗ്രാഫറെ അടക്കമാണ് ഈ കമ്മിറ്റിയിൽ പിടിച്ചു ചേർത്തിരിക്കുന്നത്. കാരണം അത്രത്തോളം എതിർപ്പാണ് പൊതുജനങ്ങളിൽ നിന്ന് ഇവർക്കുള്ളത്. അതുകൊണ്ട് കമ്മിറ്റിയിൽ നിൽക്കുവാൻ വേണ്ടി പോലും ആളില്ലാത്തതിനാൽ ഫോട്ടോഗ്രാഫറെ അടക്കം പിടിച്ചു ചേർത്തിട്ടാണ്, ജോസ് കുന്നമ്മൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ വരെ പിടിച്ചു ചേർത്തിട്ടാണ് ഈ കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇതിനിടയിൽ നാട്ടുകാരുടെ ചിലരുടെ പ്രതികരണങ്ങൾ കൂടി ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നാട്ടിലുള്ളൊരു സംഭവമായതിനാൽ എല്ലാവർക്കും പരസ്യമായിട്ട് പള്ളിക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ വേണ്ടി വളരെ പേടിയാണ്. അതുകൊണ്ട് ആരെങ്കിലും ധൈര്യമുള്ളവരുണ്ടോ എങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. നാട്ടുകാരുടെ ചിലരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ ടർഫില്ലേ നെല്ലിക്കുരിലിപ്പം വരുന്നത്, അതിനെക്കുറിച്ച് ജോസേട്ടൻ്റെ അഭിപ്രായം എന്താണ്? എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ടർഫ് എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ കാര്യം എന്താ, അതിൻ്റെ ഉപകാരം എന്താ, അതിൻ്റെ ഗുണം എന്താ, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയത്തില്ല. ഈ ടർഫ് നമ്മൾ ഇങ്ങോട്ട് കുറുമാത്തൂർ പോകുന്ന വഴി നെടുമുണ്ട സൈഡിലുള്ള റോഡിൻ്റെ സൈഡിലുള്ള പച്ച നെറ്റൊക്കെ കെട്ടി മറച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അറിയത്തില്ല. അതുകൊണ്ട് നേട്ടം എന്താ, ഗുണം എന്താ, ദോഷം എന്താണെന്നുള്ളതും അറിയത്തില്ല. അത് എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒരു പിക്ചർ കണ്ടിട്ടുണ്ട് ടർഫിന്, അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. ഒന്നുമില്ല, ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഞാൻ പ്രസംഗിച്ചില്ല. എന്നോട് രാവിലെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുക്കാൻ ചെന്നു. ഞാൻ പോയി ഫോട്ടോ എടുത്തു. എന്നാ പരിപാടി എന്നുള്ളത് എനിക്കും അറിയത്തില്ലായിരുന്നു. ഫോട്ടോ എടുത്ത് ഞാനത് അവർക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു. എനിക്ക് ₹200 കൂലി തന്നു. അത് മാത്രമേ എനിക്ക് അനുഭവമുള്ളൂ. പിന്നെ പേപ്പറിൽ വന്നു വേണ്ടി എനിക്ക് യാതൊരു ബന്ധവും ഇല്ല, അതെനിക്ക് അറിയത്തുമില്ല. ഞാൻ പ്രസംഗിച്ചായിട്ടല്ല, നേതൃത്വം നൽകിയതായിട്ടാണ്. അത് ഓക്കെയാ. എനിക്കങ്ങനെ സംഭവം അറിയത്തില്ല. ഈ സ്കൂളിലെ ടർഫിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങല്ലായിരുന്നു അന്ന്? ഉദ്ഘാടന ചടങ്ങ്. അതിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ ഫോട്ടോഗ്രാഫറാണ് ഈ ജോസ് ചേട്ടൻ. ഈ നാട്ടുകാരൻ തന്നെ എൻ്റെ പ്രിയ സുഹൃത്താണ്. പുള്ളിക്കാരനൊക്കെ ഇതേക്കൊക്കെയാണ് ഈ ടർഫിൻ്റെ പരിപാടിക്ക് വേണ്ടി നേതൃത്വം നൽകുന്നതെന്നും അതുപോലെ പ്രസംഗിച്ചെന്നെല്ലാം പത്രവാർത്തയിലുള്ളത്. ഇപ്പോൾ ടർഫിനെ കുറിച്ച് എന്താണെന്ന് പോലും നമ്മുടെ ജോസിയേട്ടനും അറിയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഈ ടർഫിൻ്റെ പദ്ധതിയിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പ്രതികരിക്കാൻ ശേഷിയുള്ള ആൾക്കാരെ ആരും വെച്ചിട്ടില്ല. കാരണം ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നടക്കില്ലെന്നും ഇത് നാടിന് യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു പരിപാടിയാണെന്നും മനുഷ്യന്മാർക്കറിയാം. പിന്നെ ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇത് വന്നേ മതിയാവൂ എന്ന ദുർവാശിയുടെ പുറത്താണ് ഇപ്പോൾ ഈ ടർഫ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്നാന്ന് ഇപ്പോൾ ജോസിയേട്ടൻ തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ പറയും പിള്ളേച്ചൻ കള്ളം പറയുന്നതാണെന്ന്. അല്ലേ ഞാൻ ചോദിക്കുന്നേ, ഈ നെല്ലിക്കുരിൽ ഇപ്പോൾ ടർഫ് അതിനെക്കുറിച്ച് വിരിപ്പേടേണ്ട അഭിപ്രായം എന്നാ? ഇത് പിടിക്കാൻ വേണ്ടി ടർഫിൻ്റെയോ? എനിക്കിപ്പം എന്നാ നോക്കാനായിരിക്കുന്നത്, നമ്മളങ്ങേറ്റം എത്തി. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ പിള്ളേർ എന്നാ കാണിച്ചാലും വേണ്ടിയില്ല, വലിയവരെന്നാ കാണിച്ചാലും വേണ്ടിയില്ല. ഞാൻ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരെന്നാ വളർക്കട്ടെ. പിള്ളേരോട് ചോദിച്ചോ? പിള്ളേരോട് ചോദിച്ചു. ടർഫ് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വേണ്ടെന്നാണ്. നാടിനൊരു ഉപകാരമില്ലാത്ത ഒരു സാധനമാണ്. കാരണം ഞങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുള്ളത്. അപ്പം ടർഫ് വേണോ വേണ്ടയോ? വേണ്ട. എന്നതിനാ ടർഫ് എന്ന് പറഞ്ഞു? നെല്ലിക്കുരിക്കാരനാണ്, വർഷങ്ങളായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ വേണ്ട. നിങ്ങളുടെ അഭിപ്രായത്തിൽ വേണ്ടെന്നാണ് ടർഫ്? ഉറപ്പാണ്, ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ല. ടർഫ് വേണോ വേണ്ടയോ? ടർഫ് വേണോ വേണ്ടയോ? ഷാഹിമാബും പറയും ടർഫ് വേണോ വേണ്ടതെന്ന്. ഇവിടെ ഒരു ടർഫിൻ്റെ ആവശ്യമില്ല. ഉള്ള പുരോഗതിയും കൂടെ ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിയാണ് നെല്ലിക്കുരിലുള്ളത്. അനാവശ്യമായ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നതാണ്. തീർച്ചയായും ഇതുകൊണ്ടൊന്നും ഒരു ക്രിസ്ത്യാനി കുടുംബം രക്ഷപ്പെടില്ല. ഒരു ടർഫ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും പൈസ കിട്ടുവാണെങ്കിൽ അതിനുള്ള സ്ഥലം എടുത്തിട്ട് വേഗം ചെയ്താൽ പോരെ. സ്കൂൾ ഗ്രൗണ്ടിലെ പിള്ളേരുടെ കളിസ്ഥലം ഇല്ലാതാക്കിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം, ഒരു കല്യാണം വന്നാലോ ഒരു മരിച്ചെടുക്ക് വന്നാലോ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നെല്ലിക്കുറ്റി വന്നുകൊണ്ടിരിക്കുന്നത്.
അത് കളഞ്ഞു കുളിച്ചിട്ട് ഒരു ടർഫ് ഉണ്ടാക്കി ആർക്ക് വേണ്ടി ഇടം ഉണ്ടാക്കുന്നത് ആരാ വരുന്നത് ഇവിടെ? 4-7 പിള്ളേരുണ്ട് ഇവിടെ. ഒരു 2 വർഷം കഴിഞ്ഞാൽ ഒരു യുവാക്കളൊന്നും നെല്ലിക്കുറ്റിലുണ്ടാവില്ല. അവരെല്ലാം വിദേശത്ത് പോകും. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതെല്ലാം അഴിമതിയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഈ പൈസയൊക്കെ വരുന്നത് പോകുന്ന ഒരു കണക്കും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം ആർക്കിടയിൽ കൊള്ളും. ആ കൊള്ളുന്നതൊന്നും എനിക്കൊരു വിഷയമുള്ള കേസല്ല. ഇതിപ്പോൾ എൻ്റെ പിൻഭാഗത്തൂടി പോകുന്നത് ചെങ്കല്ല് കയറ്റി വരുന്ന ലോറിയാണ്. ഇങ്ങനെയുള്ള ചെങ്കൽ ലോറികൾ നിരവധി പോകുന്ന ഒരു വഴിയിലാണ് ഈ അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അതുമൂലം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ പാവപ്പെട്ട ചെങ്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരും മറ്റു വണ്ടിക്കാരുമൊക്കെയാണ്. നിരവധി വാഹനങ്ങൾ ഈ പറഞ്ഞതുപോലെ പല സമയത്തും കുർബാന കഴിയുന്നിടം വരെ കാത്ത് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഈ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഗമായി മാറിയിരിക്കുകയാണ്. വളരെ അപൂർവം ചില ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ യുവാക്കളായി ഉള്ളത്. അവരും പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ മാത്രം ഈ നാട്ടിൽ വരും വർഷങ്ങളിൽ അവശേഷിക്കും. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ടർഫ് കൂടെ പണിയുവാൻ വേണ്ടി പോകുന്നത്. പുറമെ വാടകയ്ക്ക് കൊടുത്ത് ഈ സ്കൂൾ ഗ്രൗണ്ടെല്ലാം ഇങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് കരുതുന്നു. ഇങ്ങനെ കുട്ടികൾ കളിക്കേണ്ട ഒരു ഗ്രൗണ്ടാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ടർഫുകൾ നിർമ്മിച്ച് പുറത്ത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങോട്ടൊക്കെ ആര് വന്ന് കളിക്കാനാണ് എന്ന് ഈ നാട്ടുകാരെല്ലാം ചോദിക്കുന്നു. ഈ നാട്ടിലുള്ള ആൾക്കാരും കളിക്കുവാൻ വേണ്ടി ഒരു ഫുട്ബോൾ ടീമിനുള്ള ആൾ പോലും, ഒരു ക്രിക്കറ്റ് ടീമിനുള്ള ആൾ പോലും ഈ നാട്ടിൽ ഇപ്പോൾ നിലവിലില്ല. നേരത്തെയൊക്കെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ 20 വർഷം മുമ്പ് 3-4 ക്രിക്കറ്റ് ടീമുകൾക്കുള്ള ആൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പോലും കാണികളായി കരക്കിരിക്കുന്നതിന് അത്രത്തോളം തന്നെ ആൾക്കാർ കരയ്ക്കുമുണ്ടായിരുന്നു. അങ്ങനെ ഗാലറിയിലുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉള്ള ഒരു നാട്ടിലാണ് ഇന്ന് വിരളിൽ എണ്ണാൻ പറ്റുന്ന ചെറുപ്പക്കാർ മാത്രമായി ഈ നാട്ടിൽ അവശേഷിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം വിദേശ രാജ്യങ്ങളിലാണ്. അവരെല്ലാം ഈ വീഡിയോ കാണണം. ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്, വിദേശത്തുള്ള നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ സാമ്പത്തികം എങ്ങനെയും അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഈ നാട്ടിൽ ജോലിയും പണിയും, ഞാനൊക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, വളരെ കഷ്ടപ്പെട്ടാണ്. ഈ എന്നെക്കാളും കഷ്ടപ്പെട്ടിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാരെ ദൈവനാമത്തിൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓരോ തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങളാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പല പല സംഘടനകളും എടുത്തുകൊണ്ട് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പദ്ധതി മാത്രമാണ് ഈ ടർഫ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഫണ്ടിൻ്റെ മറവിൽ ഇപ്പോൾ ഇവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. ടർഫിൽ ഒരു ടീമിന് പോലുമുള്ള ചെറുപ്പക്കാർ അവശേഷിക്കുന്നില്ല എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ വ്യാവസായിക അടിസ്ഥാനത്തിൽ പുറമേ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ ടർഫ് വിജയകരമായി കൊണ്ടുപോകും എന്ന് പറയുന്നത്. ഇത് ഈ നാട്ടുകാർക്ക് ഉള്ളൊരു ബാധ്യതയാണ്. ഇവിടെ പള്ളിയുടെ സ്ഥലമാണ് സ്കൂളിനുള്ളത്. ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ടർഫ് പണിയുന്നത്. ഈ ടർഫ് ഇവർ പണിയും. ഇത് കിട്ടാനുള്ള തുകയെല്ലാം ഇവർ വെട്ടിച്ച് ഇവർക്ക് വീതം വയ്ക്കാനുള്ളതെല്ലാം വീതം വെച്ച് ഇവർ നാടുവിടും. അവസാനം ഇത് അവശേഷിക്കുക ഇവിടെ ഇവർ ഏത് പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നോ അവരുടെ തലയിലായിരിക്കും ഇത് അവശേഷിക്കുക. അങ്ങനെ ഇത് ഇടവകയുടെ പേരിൽ വരും, നാട്ടുകാരുടെ തലയിൽ വരും. ഇതിൻ്റെ സംരക്ഷണ ചുമതല, ഇതിൻ്റെ കറണ്ട് ബില്ല്, ഇതിൻ്റെ മെയിൻ്റനൻസ്, ഇതിൽ ഏതെങ്കിലും സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശമ്പളം, ഇതെല്ലാം ഈ ഇടവകക്കാരുടെ തലയിൽ വരും. സ്വന്തം കുടുംബത്തേക്ക് അരി മേടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവപ്പെട്ട ഇടവകക്കാരെ ചൂഷണം ചെയ്യുന്നതിനും ഒരു മടിയില്ലാതെ മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ പള്ളിയും പള്ളിവക സംവിധാനങ്ങളുമെല്ലാം. അതിനിരിക്കുന്ന വൈദികനും ഇന്നിരിക്കുന്ന ഹെഡ് മാഷും ഇതുപോലെ ഇന്ന് ഈ സംഭവത്തിന് വേണ്ടി, ഈ സംവിധാനത്തിന് വേണ്ടി ഇന്ന് വാദിച്ച് ഇതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ആരും അന്ന് രംഗത്ത് കാണുകയില്ല. ഒടുക്കം ഇതും ഇടവകക്കാരുടെ തലയിൽ വന്നു ചേരും എന്ന കാര്യവും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ മറക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്.